എല്ലാരും എത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് കടന്നാലോ? അതെ മോനെ, എല്ലാവരും കാത്തിരിക്കുക കുഞ്ഞുങ്ങളുടെ പേരറിയാനായിട്ട്. നീ ആ കുഞ്ഞുങ്ങളുടെ പേരെന്താന്ന് എല്ലാവരോടും പറയേ. കുഞ്ഞുമക്കളുടെ ചെവിട്ടിലത് പറയുകയും വേണം. അങ്ങനെ വെറുതെ പറയാനൊന്നും പറ്റില്ല, അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കുഞ്ഞിനെ അച്ഛനും അമ്മയും കയ്യിലോട്ട് പിടിച്ചാട്ടെ. എടാ മാധവ, എടാ ഗീത, ആ കുഞ്ഞുങ്ങളെ മേടിച്ച് പിടിച്ചേ. നിങ്ങൾ വേണം കുഞ്ഞുങ്ങളുടെ പേര് ചെവിട്ടി പറയാൻ, എന്നിട്ടത് എല്ലാവരുമായിട്ട് വെളിപ്പെടുത്തണം. അമ്മേ, നീതു നിത്യം ഒരു മാസമായിട്ട് പറയുന്നതാ അവർക്ക് തന്നെ പേര് ചെവിട്ടിൽ ആദ്യം വിളിക്കണമെന്ന്. അതുകൊണ്ട് അവർ വിളിക്കട്ടെ അമ്മേ. അവർ രണ്ടുപേരും ആ പേരും കണ്ടുപിടിച്ചത്. അവർക്കും വിളിക്കാമല്ലോ. എന്നാലും കൊച്ചിൻ്റെ അച്ഛനും അമ്മയല്ലേ നിങ്ങൾ വിളിക്കും മക്കളെ. എൻ്റെ നീതുമോളെ, നിത്യമോളെ, കുഞ്ഞിനെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലോട്ട് കൊടുക്ക്. അവർ വിളിക്കട്ടെ. രണ്ടമ്മമാരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി എതിർക്കുന്നില്ല. നീതുമോളെ, കുഞ്ഞിനെ ഇങ്ങതാ, അച്ഛൻ വിളിച്ചിട്ട് കൈ തരാട്ടോ. ഇന്ന് അച്ഛ കൺമണി ഇതേ അച്ഛൻ എടുക്കാൻ പോവാട്ടോ. കൺമണിക്ക് അവളുടെ നീതി ചേച്ചിയുടെ മതി, അതാ കിടന്ന് കരയുന്നേ. അയ്യോ എന്റെ കൺമണി, മോനെ അതെ. എന്നാ നിന്റെ നീരു ചേച്ചി തന്നെ എടുത്തോട്ടെ. നീ ഇങ്ങനെ കരയല്ലേ. അയ്യോ കൺമണി കരയില്ലേട്ടോ, കരയില്ലേ കൺമണി പൊന്നേ. ആഹാ, അവള് കരച്ചിൽ നിർത്തിയല്ലോ. എന്റെ ദൈവമേ, കലികാലം പിള്ളേർക്ക് അതിന്റെ അച്ഛൻ അറിയില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടം തന്നെയാണേ. അതെങ്ങനെ ഈ പിള്ളേരെ ഈ നീതു നിത്യം കയ്യിൽ നിന്ന് മാറ്റിയിട്ട് വേണ്ടേ അതിനെ എൻ്റെ അച്ഛനും അമ്മേനും തിരിച്ചറിയാനായിട്ട്. 28-ന് ഞാൻ ആദ്യമായിട്ട് കാണുക ചേച്ചിമാര് പേര് വിളിക്കുന്നത്, അതും എൻ്റെ കുടുംബത്തിൽ. അങ്ങനെയൊന്നും കരുതണ്ടമ്മേ. ഞാനും ഗീത എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നീതു നിത്യ ഈ കുട്ടികൾക്ക്. അവിടെ ചേച്ചിയമ്മയല്ലേ, അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. ശരി ശരി, എങ്കിൽ ആ പേരൊന്ന് പറ, ഉറക്കെ അങ്ങോട്ട് വിളിച്ച് പറ. ആരോടും പറയാതെ വെച്ചിരിക്കുന്ന പേരല്ലേ. അയ്യോ, അത് അങ്ങനെ ഉറക്കെ ഒന്നും വിളിച്ച് പറയാൻ പറ്റൂല അച്ഛാമ്മേ. വിളിച്ചു പറയാൻ പറ്റൂലെന്നോ? പിന്നെ എന്തിനാടി ഇത്രയും വലിയ പരിപാടി വെച്ച ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയത്? ഇതേ എല്ലാവരും പേര് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ആ പേരങ്ങോട്ട് വേഗം വിളിച്ച് പറഞ്ഞേ. വിളിച്ചു പറയാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞുള്ളൂ. സർപ്രൈസ് ആയിട്ട് എല്ലാവരും കാണിക്കാം. ദേ നമ്മുടെ പുറകിലെ ഈ ബലൂൺ കണ്ടു, റെഡ് കളറിലെ ബലൂൺ. അതെല്ലാം പൊട്ടിക്കുമ്പോഴേക്കും ഇവരുടെ പേര് തെളിഞ്ഞു വരും. അപ്പം എല്ലാവരും കാണും. എല്ലാവരും കാണുമെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അമ്മ, അതിപ്പോഴത്തെ ട്രെൻഡാ. ഈ സ്റ്റേജിന്റെ പുറകിൽ നോക്കിയേ, ഈ ബലൂൺ കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് ഇവരുടെ പേരാ. ബലൂണൊക്കെ കുത്തി പൊട്ടിച്ച് കഴിയുമ്പോൾ പേര് എല്ലാവരും കണ്ടോളും. അതിപ്പോഴത്തെ ഫാഷനാണേ. പാഷൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വെറ്റിലേയും തിരികെ പിള്ളേരുടെ ചെവിട്ടിൽ വെച്ച് പേര് വിളിക്കേണ്ടതിന് വരും ബലൂൺ കുത്തിപ്പൊട്ടിച്ച് വിളിക്കുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല. ശരി ശരി, നിങ്ങളുടെ പാഷൻ നടക്കട്ടെ. ആ പേരൊന്ന് കാണിക്കേ. ഓ, ഈ അമ്മേനെ കൊണ്ട് തോറ്റു. എൻ്റെ 2 മക്കൾക്കുള്ള പേര് ഞാൻ ഇതാ ഇവിടെ വെളിപ്പെടുത്തുവാണ്. ഈ 2 പേരും ഇട്ടത് അവരുടെ ചേച്ചിയമ്മമാരായ നീതു നിത്യയും ആണ് കേട്ടോ. എന്തായാലും നമുക്ക് പേര് കാണാം. അച്ഛാ, ആ റോപ്പ് പിടിച്ച് വലിക്കുക. അപ്പൊ ബലൂണൊക്കെ താനെ പൊട്ടിക്കോളൂ. ശരി മോളെ. മിലൻ മാധവ്, മഹാലക്ഷ്മി മാധവ്. അമ്മമ്മേ, ഞങ്ങൾ അമ്മാമ്മയുടെ പേരാ കൺമണിക്ക് ഇട്ടേക്കണേ, മഹാലക്ഷ്മി എന്ന്. അമ്മാമ്മക്ക് സന്തോഷമായി മക്കളെ, അമ്മാമ്മക്ക് സന്തോഷമായി. എൻ്റെ പൊന്നേ, എൻ്റെ കൺമണി, എൻ്റെ മഹാലക്ഷ്മി കുട്ടി. അമ്മ എന്താ തിരിഞ്ഞു നിൽക്കുന്നേ? വന്ന് പേര് വിളിക്കാമേ കുഞ്ഞിനെ. അവൻ്റെ ഭാര്യയുടെ അമ്മയുടെ പേരിട്ട് വെച്ചിരിക്കുന്നു, എന്നിട്ട് കുഞ്ഞിനെ വിളിക്കാമേന്നോ മഹാലക്ഷ്മി. സരസ്വതി എന്നിട്ട് എന്തായിരുന്നു കുഴപ്പം? ഞാൻ വരുന്നടാ, വെറുതെ തിരിഞ്ഞു നിന്നതാ. മഹാലക്ഷ്മി മഹാലക്ഷ്മി മഹാലക്ഷ്മി. ഓ, ഇവന്റെ പേരെന്തായിരുന്നു? മല്ലൻ മാധവനോ? മല്ലൻ മാധവനൊന്നും അല്ല, മിലൻ മാധവൻ. മിലൻ. മിലൻ മാധവേ, മിലൻ മാധവ്, മിലൻ മാധവ്. എൻ്റെ പൊന്നേ കണ്ണ, മിലൻ മാധവേ നല്ല പേരാണ് കേട്ടോ. നല്ല പേര്. എൻ്റെ രാഗിണി രാഘവിൻ്റെ അത്രയും വരുമോ? ആ കൺമണിക്ക് രാഗിണിന്നും ഈ കണ്ണന് രാഘവെന്നും പേരിട്ടാ പോരായിരുന്നു. എന്താ അമ്മ, ഇത് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. കുഞ്ഞിന് പേര് വിട്ടു, എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഇനി മാറ്റാനൊന്നും പറ്റില്ല. ഇനി താ മക്കളെ, കുഞ്ഞിനെ ഞാൻ എടുക്കാം. മഹാലക്ഷ്മി കുട്ടി, മഹാലക്ഷ്മി കുട്ടി. മിലൻ മാധവ്, മിലൻ മാധവ്, മിലൻ മാധവ്. എന്തായാലും പേരെനിക്കിഷ്ടമായി. നീതു നിറ്റേ വന്നവർക്ക് എല്ലാവർക്കും നമുക്ക് വെള്ളവും ഫുഡൊക്കെ എടുത്ത് വെക്കണ്ടേ? വാ മക്കളെ, വാ അമ്മമ്മേ, നമുക്കതെല്ലാം എടുത്തു വെക്കാം. അച്ഛമ്മേ, അച്ഛമ്മേ വാ, നമുക്ക് വന്നവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് കൊടുക്കണ്ടേ? ഓ, പേരിടാനായിട്ട് ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, തന്നെ കണ്ടുപിടിച്ച പേരല്ലേ. അതുപോലെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. അമ്മ, എന്താ അമ്മ ഇത്? നല്ല ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ 2 പേരും കൂടി കണ്ടുപിടിച്ച പേരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അമ്മ ഒന്ന് വേഗം അങ്ങോട്ട് ചെന്നേ, ആ വന്നവരോടൊക്കെ ഒന്ന് സ്വീകരിച്ചിരുത്തിയേ.